മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനവുമായി ബന്ധപ്പെട്ടാണ്. ആ കമ്മീഷൻ നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധിക്കെതിരെ സർക്കാർ അപ്പീൽ നൽകിയിട്ടുണ്ട്. ആ അപ്പീൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് നാളെ പരിഗണിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ശ്രീകാന്ത്, അതിന്റെ കൂടി വിശദാംശങ്ങൾ വേണം, കാരണം ഇതൊരു വിരോധാഭാസമാണ്. ഈ കമ്മീഷനെ കുറിച്ച് സർക്കാർ നടത്തിയ സർക്കാരിന്റെ നിലപാട് അതൊക്കെ നേരത്തെ വലിയ വിഷയമായതാണ്, ചർച്ചയായതാണ്. അതിൽ തന്നെ കോടതിയിൽ ഈ രീതിയിൽ ഒരു അപ്പീൽ സർക്കാർ നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. വിവരങ്ങൾ. ഡിവിഷൻ ബെഞ്ചിലേക്കാണ് ഈ കേസിൽ സർക്കാർ അപ്പീലുമായി നീങ്ങുന്നത്. കാരണം നേരത്തെ സിംഗിൾ ബെഞ്ച് സർക്കാരിന്റെ ഹർജി തള്ളിയിരുന്നു. സർക്കാരിന് ഇത്തരത്തിൽ കമ്മീഷനെ നിയോഗിക്കാൻ അധികാരമുണ്ടെങ്കിലും വഖഫ് ബോർഡിന്റെ അധികാര പരിധിയിലുള്ള വഖഫ് ട്രൈബ്യൂണൽ പരിഗണിക്കുന്ന ഒരു വിഷയത്തിൽ സർക്കാരിന് കടന്നു കയറി കമ്മീഷനെ നിയോഗിക്കാനാകില്ല എന്നാണ് കഴിഞ്ഞ തവണ സിംഗിൾ ബെഞ്ച് ഉത്തരവിലൂടെ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇതിനെതിരെ സർക്കാർ ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോകുന്നു. ഇന്ന് ആ അപ്പീൽ ഫയൽ ചെയ്തിട്ടുണ്ട്. നാളെ അത് കോടതിയുടെ മുൻപാകെ എത്തും എന്നാണ് പറയുന്നത്. പക്ഷേ ഈ സിംഗിൾ ബെഞ്ച് ഈ ഹർജി തള്ളിയപ്പോൾ തന്നെ മുനമ്പം സമരസമിതി അടക്കം പറഞ്ഞത് ഇത് കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് ഈ കമ്മീഷനെ നിയോഗിച്ചത്, നിയമസാധുതയില്ലെന്ന് തങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നും അവർ ചൂണ്ടിക്കാണിച്ചിരുന്നു. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.